റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ വിനാശകരമായ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യുക്രൈനിലെ ഖാർഗീവ് നഗരത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ആഗോള സമൂഹത്തെയാകെ നടുക്കിയിരിക്കുകയാണ്. ഒരു ജനവാസ മേഖലയിൽ പതിക്കുന്ന റഷ്യൻ മിസൈൽ സൃഷ്ടിച്ച ഭീകരമായ സ്ഫോടനവും അതിനുശേഷമുണ്ടായ വിനാശവുമാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമായി പതിഞ്ഞിരിക്കുന്നത്. യുദ്ധത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ റഷ്യൻ ആക്രമണങ്ങളുടെ പ്രധാന ഇരയായി മാറിയ ഖാർഗീവിൽ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ട വീണ്ടും ആക്രമണം ശക്തമായിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഈ മിസൈൽ ആക്രമണം പ്രദേശവാസികൾ സൃഷ്ടിച്ച ഭീതി ചെറുതല്ല. പ്രാദേശിക ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ദാരുണമായ ഈ സ്ഫോടനത്തിൽ 40-കാരിയായ ഒരു സ്ത്രീ തൽക്ഷണം കൊല്ലപ്പെടുകയും 2 കുട്ടികൾ ഉൾപ്പെടെ 16ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശാന്തമായിരുന്ന ഒരു താമസ മേഖല നിമിഷ നേരം കൊണ്ട് ചോരക്കളമായി മാറിയ കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 10ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ഒരു വീട് പൂർണ്ണമായും നിലം പരിശാവുകയും ചെയ്തതായി ഖാർഗീവ് മേയർ ഇഹോർ തെരഗോവ് സ്ഥിരീകരിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന ഭയത്താൽ രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിന് ഉപയോഗിച്ചത് ബാന്ദ്രോൾ ഇനത്തിൽപ്പെട്ട അതിശക്തമായ മിസൈലാണെന്ന് യുക്രൈനിയൻ സൈനിക ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനവാസ മേഖലകളെയും സാധാരണക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട റഷ്യ ഇത്തരം മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നത് യുദ്ധകുറ്റമാണെന്ന് യുക്രൈൻ ആരോപിക്കുന്നു. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്ന ഈ CCTV ദൃശ്യങ്ങളുടെ വിശ്വസനീയത അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാറ്റലൈറ്റ് ചിത്രങ്ങളും മുൻകാല ദൃശ്യങ്ങളും ആക്രമണത്തിന് ശേഷം ചിത്രീകരിച്ച മറ്റു വീഡിയോകളും സങ്കീർണമായ രീതിയിൽ വിശകലനം ചെയ്താണ് റോയിട്ടേഴ്സ് ഇത് സ്ഥിരീകരിച്ചത്. ആക്രമണം നടന്ന സമയവും സ്ഥലവും തർക്കമില്ലാത്ത വിധം വ്യക്തമായതോടെ റഷ്യയുടെ വാദങ്ങൾ തള്ളിക്കളയാൻ യുക്രൈന് കഴിഞ്ഞിട്ടുണ്ട്. ജനവാസ മേഖലകളെ ആക്രമിക്കുന്നില്ലെന്ന ക്രെംലിന്റെ സ്ഥിരം ന്യായീകരണങ്ങൾക്ക് തിരിച്ചടിയാണ് പുറത്തുവന്ന ഈ CCTV തെളിവുകൾ. പകലിലെ സമാധാനപരമായ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് വന്നിറങ്ങിയ മിസൈൽ ഉണ്ടാക്കിയ സ്ഫോടനം സമീപത്തെ കെട്ടിടങ്ങളെയും വാഹനങ്ങളെയും പൂർണ്ണമായും തകർത്തെറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നിമിഷ നേരം കൊണ്ട് പ്രദേശം മുഴുവൻ പുകയും പൊടിയും കൊണ്ട് മൂടപ്പെടുകയായിരുന്നു. നിരപരാധികളായ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ യുദ്ധമേഖലയിൽ പതിവാകുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. യുക്രൈന് കൂടുതൽ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകണമെന്ന ആവശ്യത്തിന് ഈ സംഭവം വേഗത കൂട്ടിയിട്ടുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ 2 കുഞ്ഞുങ്ങളുടെ നിലവിൽ ഗുരുതരമായി തുടരുകയാണെന്ന് പ്രാദേശിക ആശുപത്രി അധികൃതർ അറിയിച്ചു. യുദ്ധം സാധാരണക്കാരായ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ദാരുണമായി ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ സംഭവം. വീടുകൾ നഷ്ടപ്പെട്ട തെരുവിലായ കുടുംബങ്ങളെ താൽക്കാലിക ആശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഖാർഗീവ് നഗരസഭ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ നിരന്തരമായ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം പോലും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. റഷ്യയുടെ ഭാഗത്തു നിന്ന് സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ തീവ്രത കണക്കിലെടുക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുപ്പമേറിയ പോരാട്ടത്തിനാണ് കിഴക്കൻ യുക്രൈൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തന്ത്രപ്രധാന നഗരമായ ഖാർഗീവിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ഈ അതിക്രമത്തിനെതിരെ സെലൻസ്കി ഭരണകൂടം അന്താരാഷ്ട്ര വേദിയിൽ പ്രതിഷേധം കടുപ്പിച്ചിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം റഷ്യയുടെ ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദമുയർത്തണമെന്നും റഷ്യയ്ക്കുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും യുക്രൈൻ ആവശ്യപ്പെടുന്നു. യുദ്ധം ദീർഘകാലത്തേക്ക് നീണ്ടുപോകുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുറത്തുവരുന്ന ഇത്തരം തത്സമയ ദൃശ്യങ്ങൾ ലോകത്തിന് നൽകുന്നത് വലിയൊരു താക്കീതാണ്. യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ അതിർത്തിയിലെ സൈനികർ മാത്രമല്ല, സ്വന്തം വീടുകളിൽ കഴിയുന്ന നിരപരാധികളാണെന്ന ഈ സംഭവവും ഓർമ്മിപ്പിക്കുന്നു. ഖാർഗീവിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ യുക്രൈനിലെ സ്ഥിതിഗതികൾ വീണ്ടും ആഗോള മാധ്യമങ്ങളുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. റഷ്യൻ ആക്രമണം തുടരുമ്പോൾ വരും ദിവസങ്ങളിൽ യുക്രൈൻ നൽകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും സജീവമായി നിലനിൽക്കുന്നു.